എല്ലാവർക്കും നമസ്കാരം. കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ചെയ്യുകയാണ്. അതിന് ഒരു രാഷ്ട്രീയ പശ്ചാത്തലം തന്നെ ഉണ്ടെന്ന് കൂട്ടിക്കൊള്ളു. ഒരു ജനതയ്ക്ക് അന്തസ്സായി ജീവിക്കാൻ വേണ്ട ജോലി, കുടിക്കാൻ ശുദ്ധമായ ജലം, കഴിക്കാൻ വിഷമുക്തമായ ആഹാരം, വസ്ത്രം, നമ്മുടെ സ്വത്തിനും ജീവനും സുരക്ഷ, നല്ല പാർപ്പിടം, നല്ല ആരോഗ്യം, നല്ല വിദ്യാഭ്യാസം, ഇതെല്ലാം രാജഭരണം ഉള്ളപ്പോൾ തന്നെ മലയാളിക്ക് കിട്ടിയ വരദാനമായിരുന്നു. എന്നാൽ രാജഭരണം മാറി, ജനാധിപത്യം വന്നു. വിദ്യാഭ്യാസം രാഷ്ട്രീയക്കാരുടെ കയ്യിലെത്തിയതോടെ അവരുടെ ആജ്ഞയ്ക്കനുസരിച്ച് പരുവപ്പെടുത്തി പോന്നു. നമ്മൾ എന്ത് പഠിക്കണമെന്നുള്ളത് രാഷ്ട്രീയക്കാർ നിശ്ചയിച്ചു. ഒപ്പം രാഷ്ട്രീയത്തിൽ മതം തിരികെക്കയറ്റി ജനങ്ങളെ പല തട്ടുകളിലാക്കി രാഷ്ട്രീയ മുതലെടുപ്പിന് വളക്കൂറുള്ള മണ്ണാക്കി കേരളത്തെ മാറ്റിയ മതനേതാക്കൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. 1970, 80, 90 കാലഘട്ടങ്ങളിൽ രാഷ്ട്രത്തിന്റെ അതിപ്രസരം മൂലം ജോലിയില്ലാതെ വലഞ്ഞ ജനങ്ങൾ അവർ തൊഴിൽ തേടി ഗൾഫിലും യൂറോപ്പിലും അന്യ സംസ്ഥാനങ്ങളിലേക്കും പോയി. ശരിക്കും അവരാണ് ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് കേരളത്തെ വളർത്തിയത്. അവരുടെ വിരഹത്തിന്റെയും വിയർപ്പിന്റെയും കഠിനാധ്വാനത്തിന്റെയും വിലയാണ് ആ പ്രവാസികൾ അയച്ച പൈസ പോലും വിനിയോഗിക്കാൻ കഴിയാത്ത കിഴങ്ങന്മാരാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ 68-70 വർഷമായി ഈ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി ഭരിച്ചിട്ട് എന്ത് നേടിത്തന്നു നമ്മുടെ കേരളത്തിന്? ഒരു തീപ്പെട്ടി കമ്പനി പോലും ഈ കേരളത്തിൽ ഇന്നില്ല. കുറ്റം പറയരുതല്ലോ. ഒരു കൂട്ടർ വളർന്നു, രാഷ്ട്രീയക്കാർ, മതനേതാക്കൾ വളർന്നു, ട്രേഡ് യൂണിയൻ നേതാക്കൾ വളർന്നു, രാഷ്ട്രീയക്കാരുടെ ശിങ്കിടികളായ സർക്കാർ ഉദ്യോഗസ്ഥർ വളർന്നു, മദ്യലോബികൾ വളർന്നു, മയക്കുമരുന്ന് ലോബികൾ വളർന്നു, മാഫിയകൾ, കള്ളന്മാർ, കരിഞ്ചന്തക്കാർ ഇവരെല്ലാം വളർന്നു. സാധാരണ പാവം ജനങ്ങൾക്ക് കിട്ടിയത് വെള്ളക്കരം, കറണ്ട് ചാർജ് പലതവണ കൂട്ടി, നിത്യോപക സാധനങ്ങളുടെ വില ഇരട്ടിയിലധികമാക്കി, തൊഴിലില്ലായ്മയുണ്ടാക്കി, ആളോഹരി, ജനിച്ചു വീഴുന്ന കുഞ്ഞിന് പോലും 2 ലക്ഷം കടമുണ്ടാക്കി വെച്ച് ഇവരെ കളവൊഴിയാൻ പോകുകയാണ്. പട്ടിണിയും ദുരിതവും പേറി നിശബ്ദരായി ജനം വലഞ്ഞു നിൽക്കുന്നു. മദ്യവും മയക്കുമരുന്നും കൊണ്ട് പൊറുതിമുട്ടിയ കേരളത്തെ രക്ഷിക്കൂ, നമ്മുടെ ഭാവി തലമുറയെ സംരക്ഷിക്കൂ. ഇന്ത്യ മുന്നണി രാജ്യത്തെ വെട്ടിമുറിക്കും. ഡീപ് സ്റ്റേറ്റുമായി പ്രവർത്തിക്കുന്ന രാജ്യദ്രോഹികളെ വോട്ടിലൂടെ മറുപടി കൊടുക്കുക. ആരോഗ്യവും വിദ്യാഭ്യാസവും തകർത്ത് അധിക നികുതി സാധാരണക്കാരന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ പോകുന്ന കമ്മ്യൂണിസത്തിന്റെ അവസാന പരീക്ഷയ്ക്ക് അന്ത്യം കുറിക്കാൻ പോകുന്നു. പ്രതികരണശേഷിയില്ലാത്ത പ്രതിപക്ഷം ഇനിയെങ്കിലും മാറി ചിന്തിക്കാൻ കഴിയണം. തിരിച്ചറിവോടുകൂടി ഈ പ്രാവശ്യത്തെ ഇടതും വലുതും വന്ന് കേരളത്തിലെ ജനങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രബുദ്ധരാക്കിക്കൊണ്ടേയിരിക്കും. ഇനിയെങ്കിലും നിങ്ങൾ സത്യം തിരിച്ചറിയണം. ഇന്ത്യ മഹാരാജ്യത്തെ 28 സംസ്ഥാനങ്ങളിൽ 24 ഭരിക്കുന്നത് BJP ആണ്. ഇതിൽ 4 സംസ്ഥാനങ്ങൾ സഖ്യകക്ഷികളുടെ സഹായത്തോടു കൂടിയും BJP ഭരിക്കുന്നു. ഏതാണ്ട് 24 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് BJP ആണ്. ഇപ്പോഴത്തെ ബീഹാറിലെ സ്ഥിതി നിങ്ങൾക്കറിയാമല്ലോ. ബീഹാറിൽ തൂത്തുവാരിയിരിക്കുകയാണ്. അടുത്തത് കേരളമാണ്. കേരള ജനത ചിന്തിച്ച് വോട്ട് ചെയ്താൽ നമുക്കും BJP ഭരണം ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ഭാരതീയ ജനതാ പാർട്ടികൾ ചെയ്ത സംഭാവനകൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടി അറിയാവുന്നതേ ഉള്ളൂ. ലോകം വിരൽത്തുമ്പിലാണ്. ആ സത്യാവസ്ഥ മറച്ചുവെച്ച് നമ്മളെ ഓരോരുത്തരെ പറ്റിക്കാൻ നോക്കിയാണ് ഇരു കക്ഷികളും ചേർന്ന്. ആത്മാഭിമാനമുള്ള ഒരു ഇന്ത്യക്കാരനായി ജീവിക്കാൻ ഒരു പുതിയ ഇന്ത്യയെ ലോകത്തിന് കാണിച്ചു കൊടുത്ത ലോകാരാധ്യനായ നരേന്ദ്രമോദിക്ക് ശക്തി പകരാൻ രാജ്യസ്നേഹികളായ എല്ലാ ആൾക്കാരും ഈ പ്രാവശ്യത്തെ വോട്ട് താമരയ്ക്ക് ചെയ്യുക. ഒരവസരം കൊടുക്കൂ. മാറാത്തത് ഇനിയും മാറുന്നത് കാണാം.